എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുമരകത്ത് ഇന്നേ ദിവസം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെ ഭരണസമിതി ശ്രീ ശിവഗിരി മഠം മഠാധിപതിയുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ചർച്ചകൾ തുടർന്ന് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പുരുഷന്മാർക്ക് അമ്പലത്തിൽ പ്രവേശനം അനുവദിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗുരുദേവൻ എന്താണ് മനസ്സിൽ സങ്കല്പിച്ച് ക്ഷേത്രമെന്ന സങ്കല്പം ഗുരുദേവൻ എങ്ങനെയാണ് മനസ്സിൽ സങ്കല്പിച്ചത്? ഗുരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രമല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ആരാധനാലയമാണ്. അത് ക്ഷേത്രമാകുന്ന ക്ഷേത്രങ്ങളിലെ കലകളും കൂടെ നമ്മൾ സങ്കല്പം തന്ത്രം പഠിച്ച് തന്ത്രത്തിലൂടെ നമ്മൾ പ്രതിഷ്ഠാവിധാനം കർമ്മങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് ക്ഷേത്രമായി മാറുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ സെപ്പറേറ്റായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ തന്ത്രി എന്ന നിലയ്ക്ക് നമ്മൾ ആഡ് ചെയ്യും. ഗുരുവിൻ്റെ സമ്പ്രദായപ്രകാരം ഇതൊന്നുമില്ല. ഗുരുവിൻ്റെ സമ്പ്രദായപ്രകാരം ഒരു ആരാധനാലയമാണ്. അതിനകത്ത് ഷഡാധാരമോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. അത് കഴിഞ്ഞ് ഗുരുദേവൻ്റെ ശിഷ്യന്മാരോട് 2-3 പേരോട് പറഞ്ഞായിരുന്നു, ഇത് പോയി പഠിക്കണം, പഠിച്ചിട്ട് വന്ന് പ്രതിഷ്ഠ നടത്തണമെന്ന് അങ്ങനെ ഉള്ളൊരു ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീകുമാരമംഗലം. അത് മൃത്യുഞ്ജയൻ തന്ത്രി, ഗുരുദേവ ശിഷ്യനായ മൃത്യുഞ്ജയൻ തന്ത്രി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചൊരു ക്ഷേത്രമായിരുന്നു ശ്രീകുമാരമംഗലം. അവിടെ ഇപ്പോൾ പൂജിക്കുന്നത് മാത്താനം വിജയൻ തന്ത്രിയുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഉഷേന്ദ്രൻ ശാന്തി അവരോടനുബന്ധിച്ച് വരുന്ന ശാന്തിക്കാരാണ്. പക്ഷേ നേരത്തെ പൂജിച്ച സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗോപാലനന്ദൻ ശാന്തിയോ അല്ലെങ്കിൽ കുഞ്ഞുമണിക്കൻ ശാന്തിയോ കുഞ്ഞുമോൻ ശാന്തിയോ നളൻ ശാന്തിയോ വല്ലപ്പൻ ശാന്തിയോ ഇതാരും ഇവർ ഉപനയനമൊന്നും ചെയ്തിട്ടില്ല. അത് ഗുരുദേവ് സിസ്റ്റപ്രകാരം തന്നെ സമ്പ്രദായപ്രകാരം തന്നെ പൂജ ചെയ്ത് വന്ന് ആ സമയത്തൊക്കെ എനിക്ക് ഒന്ന് ഷർട്ട് ധരിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ നാലമ്പലമൊന്നുമില്ല. നാലമ്പലം ഇല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രമായി മാറുമ്പോൾ സങ്കല്പം വരുമ്പം കുറേ കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പൊക്കണം. അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ശ്രീഭൂതബലി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും അന്ന് നടന്നു വന്നില്ല. അതൊക്കെ ഇപ്പോൾ മാത്താനബിയൻ തന്ത്രി ക്ഷേത്രം ഏറ്റെടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു 60% ആയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നമ്മുടെ കലകളെ ഉത്തേജിപ്പിച്ച ഈ തന്ത്രി പരമ്പരയിൽപ്പെടുന്ന തന്ത്രി വേണം ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനം ആകാവോ, ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ലയോ എന്നൊക്കെ പറയേണ്ടത്. അല്ലാണ്ട് ക്ഷേത്രസമിതിയോ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമിയോ അല്ല. ഈ സച്ചിദാനന്ദ സ്വാമി നാട് നീളെ ഗുരുദേവ ക്ഷേത്രമാണ് പ്രതിഷ്ഠിക്കുന്നതെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ സ്വാമിക്ക് എന്താ ക്ഷേത്രമെന്ന് അറിയാൻ മേല. ഗുരുദേവൻ എന്താണെന്ന് സ്വാമിക്കറിയാം. ഗുരുദേവന് ഇളനീർ തീർത്ഥാടനം എന്തൊക്കെയാണ് സ്വാമി കാട്ടി കൂട്ടുന്നത്. സ്വാമിക്ക് അപ്പം പേര് കേൾക്കണം. അതിന് വേണ്ടിയാണ് സ്വാമി. സത്യം പറഞ്ഞാൽ സ്വാമി എൻ്റെ ഗുരുനാഥനാണ് കേട്ടോ. ഞാൻ 2006 ശാരദ ഇവിടെ പോയി ദക്ഷിണ വെച്ച സ്വാമിക്ക് പൂജ പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗുരുനാഥൻ്റെ കൂടത്തിൽ പോയി സ്വാമിക്ക് ദക്ഷിണ വെച്ച. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞു പോകുന്ന ഇപ്പം ഗുരുദേവ ക്ഷേത്രമല്ല, ഗുരുദേവൻ പറഞ്ഞ കണക്ക് ആരാധനാലയം, അതിനോട് ചേർന്ന പള്ളിക്കൂടമായിട്ടുള്ള സമ്പ്രദായമായിരുന്നെങ്കിൽ ഷർട്ട് ധരിച്ച് കയറുന്നതിനോട് ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ. പക്ഷേ അത് പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ ലംഘിച്ച് അത് ക്ഷേത്രമാക്കി മാറ്റി. ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റേതായ ഒരു 60-70-80% കലകളെ ഉത്തേജിപ്പിച്ച് ക്ഷേത്ര ചൈതന്യമാക്കി മാറ്റി. ഇത് മാറ്റിക്കഴിഞ്ഞ് ഗുരുദേവൻ നിന്ന കാണിച്ചിട്ട് അവിടെ ഇപ്പം പറയുന്നു ഇത് ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാം. എന്നാൽ ഒരു കാര്യം ചെയ്യണം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയുള്ള കുറേ അനാചാരങ്ങൾ, ഗുരുദേവൻ പറയാത്ത കുറേ അനാചാരങ്ങളുണ്ട്. ആ അനാചാരങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റിയിട്ട് ഗുരുദേവൻ പറഞ്ഞ കണക്ക് തന്നെ പ്രാർത്ഥനാ സമ്പ്രദായത്തിലോട്ട് മാറി അത് മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് വേണം ഈ ആൾക്കാർ ഈ പാപത്തിലോട്ടൊക്കെ തള്ളിവിടാൻ. അല്ലാണ്ട് തോന്നുന്ന പോണൊക്കെ കാണിച്ച് ഇന്ന് ഇത് ചെയ്യാം, നാളെ മറ്റേതോ തെറ്റ് പറ്റിയാൽ തിരുത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ തെറ്റ് പറ്റുന്നവിടെ ഈ തെറ്റിനോടുകൂടി തെറ്റ് ചെയ്ത് തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം ശരിയിലേക്ക് പോകാൻ വേണ്ടി. അല്ലാണ്ട് ഒന്നും അറിയാതെ തന്ത്രം എന്താണെന്നോ മന്ത്രം എന്താണെന്നോ യന്ത്രം എന്താണെന്നോ ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളെ നിർഗന്ധലെ വീണ്ടും ഈ തെറ്റുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാതെ സച്ചിന്തയോടുകൂടി അവർക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് അവർ ക്ഷേത്രത്തിൽ വരുന്നത്, എന്തുദ്ദേശിച്ച ക്ഷേത്രത്തിൽ വരുന്നത്, അത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുമാറായി നമ്മൾ കൊടുക്കണം. ക്ഷേത്രത്തിലെ തന്ത്രിയായാലും ശാന്തിയായാലും ഭരണസമിതി ആയാലും ആരാണെങ്കിലും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് അവർക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറി അതൊക്കെ ഗുരുദേവൻ സങ്കല്പിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട്
എനിക്കിന്ന് സമിതി ശ്രീകുമാരമംഗലം ക്ഷേത്രം ഭരിച്ചു കഴിഞ്ഞാൽ ഞാൻ 10 പേരെ അറിയും, അവിടുന്ന് 10 പേരാൽ ഞാൻ അറിയപ്പെടണം, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ തന്ത്രിയായി കഴിഞ്ഞാൽ എനിക്ക് 10 ക്ഷേത്രം വേറെ കിട്ടും, ഞാൻ അവിടുത്തെ മേൽശാന്തി ആയി കഴിഞ്ഞാൽ എനിക്ക് 10 അമ്പലം മേൽശാന്തിയായി വേറെ പോകും. അതൊന്നുമല്ല ഇതിനകത്തുള്ള സങ്കല്പം വേണ്ടത്. അർപ്പണ മനോഭാവത്തോടു കൂടി, ഭഗവാനുള്ള പ്രേമത്തോടു കൂടി, അതിൽ കൂടുതലായിട്ട് ഗുരുദേവൻ്റെ ധർമ്മങ്ങളെ, ധാർമ്മികതയെ നമ്മൾ മനസ്സിൽ ഊട്ടിപ്പിടിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിലുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടി. അല്ലാണ്ട് ഇപ്പോൾ പറയുന്ന ഗുരുദേവ കൃതികൾ കുറേ പേര് പഠിച്ച് ഈ പെന്തക്കോസ് സമുദായം കാണിക്കുന്ന പോണക്ക് ക്രിസ്തുവിനെ അറിഞ്ഞെന്നാണ് പറഞ്ഞത്. പെന്തക്കോസ് സമുദായം ക്രിസ്തു മതത്തിനോട് പെന്തക്കോസ് അവർ ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കുക. സത്യം പറഞ്ഞാൽ കൃതികൾ പഠിക്കണം. കൃതികൾ 1-2 പ്രാവശ്യം ഒന്നും വായിച്ചാൽ അത് വിശകലനമാകത്തില്ല. നല്ല പോണൊക്കെ പഠിക്കണം. തെറ്റി പഠിപ്പിക്കുന്നിടത്ത് പോയി വീണ്ടും വീണ്ടും തെറ്റി പഠിക്കാതിരിക്കുക. ഗുരുദേവൻ എന്താണ് ആശയം അതിനകത്ത്? കൃതികളാണ് അത്. ഷഡ്കം, അങ്ങനെ ദശകം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടും പറഞ്ഞു തന്നെ ഇത്. അത് ശങ്കരാചാര്യരും ഗുരുദേവനും മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരും അങ്ങനെ നമുക്ക് കലർപ്പ് അതിനകത്ത് കലർത്താൻ പറ്റത്തില്ല. അത് നമ്മൾ ഈ നാരായണീയരി എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഗുരുദേവൻ്റെ കൃതികൾ കലർത്തുക. ഇതൊക്കെ ശരിയാണോ? അവർ തന്നെ വരുന്നത്. അവർ ഗുരുദേവനെ ഫ്രണ്ടിൽ നിർത്തി പേര് കേൾക്കാനുള്ള ഒരു എന്താണോ ഇങ്ങനെയൊക്കെ ആൾക്കാർ, ഈ സമൂഹം എന്താണോ ഇങ്ങനെ അതപ്പതിക്കുന്നത്? എന്ന് ഇതിനൊരു മാറ്റം വരൂ, എന്ന് ഗുരുദേവൻ പറഞ്ഞൊരു ആശയം നമ്മൾ ഊന്നിപ്പിടിക്കുന്നു. അന്ന് നമ്മുടെ നാരായണീയർ എന്ന് പറയുന്ന നാരായണീയരെന്ന് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ SNDP മുന്നിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എന്തു പറയാനാ. അപ്പം നന്ദി, നമസ്കാരം.